നിങ്ങളന്നേരം ക്ഷമിക്കുകയും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് തീർച്ചയായും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കരുത്തേറിയ കർമ്മമാണ്. ക്ഷമിക്കുക, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. ഇത് രണ്ടും സാധ്യമായാൽ അത് വലിയൊരു ഭാഗ്യമാണ്. لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ക്ഷമിക്കേണ്ടി വരും. വാളം കത്തിയെടുത്ത് ഇറങ്ങല്ലേ, നീ ക്ഷമിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ തങ്ങൾ തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഹബീബിനെ പരിഹസിച്ച ചില മുനാഫിക്കുകളായ ആളുകൾ, അവരുടെ വിഷയത്തിൽ അല്ലാഹു വളരെ കണിശമായ ആയത്തിറക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഹബീബായ നബി തങ്ങൾക്ക് വളരെ വിഷമുണ്ടായ വിഷയത്തിൽ ക്ഷമിക്കും നബിയെ. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ നബി തങ്ങൾ അങ്ങേയറ്റം ആക്ഷേപിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സഅദേ, നിങ്ങൾ കേട്ടില്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറയുന്നത്? നബിയെ, നമുക്ക് ക്ഷമിക്കാം. തങ്ങൾ പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ക്ഷമിക്കുകയാണ്. ഫഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് വന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. സുബ്ർ. എത്രയോ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ത്വലാഖ് നടക്കുക. എത്ര ആളെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്തിട്ടാണ് ഒരു കല്യാണം നടക്കുന്നത്. എത്ര ആയിരക്കണക്കിന് രൂപയുടെ സ്വർണം വാങ്ങിക്കും നമ്മൾ, അല്ലേ? എത്രയെല്ലാം ബന്ധുക്കളെ വിളിച്ചറിയിച്ചിട്ടാണ് ഈ ഒരു സംഗമം നടത്തി സന്തോഷത്തോടുകൂടെ ഒരു കുഞ്ഞിനെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുന്ന ചടങ്ങുകൾ. 1-2 ആഴ്ച കഴിഞ്ഞാൽ എന്തെങ്കിലും നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ത്വലാഖ്. ഇവിടെ ഭർത്താവിന് ക്ഷമല്ല, ഭാര്യയ്ക്ക് ക്ഷമല്ല, ഭാര്യയുടെ കുടുംബക്കാർക്ക് ക്ഷമല്ല, ഭർത്താവിന്റെ കുടുംബക്കാർക്ക് ക്ഷമല്ല. ക്ഷമിക്കുന്നില്ല, വാശിയും വീറും. ആരോടാണ് ഇത് കാണിക്കുന്നത്? പടച്ചവനെ, ഞങ്ങൾക്കെന്താ കുഴപ്പം? ഞങ്ങളാരാ മോശക്കാരാണോ? ആര് പറയുന്നു? പെണ്ണിന്റെ കൂട്ടക്കാർ, ആണിന്റെ കൂട്ടക്കാർ. എന്നിട്ട് നിസ്സാരമായ വിഷയത്തിന് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാണ് അല്ലേ? അല്ലാഹുവിനെ മുൻനിർത്തി ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയിട്ട നിക്കാഹ് നടക്കുക. എന്തേ? അല്ലാഹു പറഞ്ഞ പോലെ ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ടു നടക്കുമെന്ന് ഭർത്താവും, അല്ലാഹു നൽകുന്ന ആ അല്ലാഹുവിന്റെ നിയമത്തിന് വിധേയമായി ഈ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് പെണ്ണും അല്ലാഹുവിന് മുമ്പിൽ ചെയ്യുന്ന കരാറാണ്. എന്നിട്ട് നിസ്സാര പ്രശ്നങ്ങൾക്ക് അമ്മായും അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ പുതിയാപ്പള ഇങ്ങനെ ഒന്ന് ഫോൺ വിളിച്ചു ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചോദിച്ചു. ഇതിന്റെയൊക്കെ പേരിൽ എന്തിനാണ്? എന്നിട്ട് അവിടെ ഒരു സെറ്റിൽമെന്റ് ചെയ്യേണ്ടതിന് പകരം ആളുകൾ വിഷയം മൂർച്ച കൂട്ടുകയാണ്. എന്നിട്ട് കുടുംബം കലഹിക്കുകയാണ്. 2 കുടുംബം ഖിയാമത്ത് നാൾ വരെ ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിക്കുന്ന ഒരു സംഗതിയാണ് നിക്കാഹ് എന്ന് പറഞ്ഞാൽ. 2 കുടുംബം അവരുമായി ബന്ധപ്പെട്ട ബന്ധം, എത്ര ആളുകളുമായിട്ട് ബന്ധം വരും. ഭയങ്കര ഒരു സോഷ്യൽ ഇവന്റ് അല്ലേ നിക്കാഹ് എന്ന് പറഞ്ഞത്. അങ്ങനെ ആ സ്നേഹം പുലർത്തേണ്ടതിന്റെ പകരം അതെന്നേക്കുമായി ശിഥിലമാവുക. ഒന്നും ഉണ്ടാവില്ല. നിസ്സാര കാരണം. ഭർത്താവിനെ ക്ഷമിക്കാമായിരുന്നു, ഒന്ന് ഉപദേശിക്കാമായിരുന്നു, ഭാര്യയ്ക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു, പക്ഷെ ചെയ്യുന്നില്ല.